ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ചെടി കാണുന്ന ഒരു ചെടിയാണ്, മോൺസ്റ്റീറ പ്ലാന്റ് ആണ്. അത് നമ്മൾ വലിയൊരു പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ഇതുപോലെ തന്നെ നല്ല വലിയ ലീവ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി റീപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മോൺസ്റ്റീറ എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. മോൺസ്റ്റീറയിൽ തന്നെ പല വിധത്തിലുള്ള വെറൈറ്റി ഉണ്ട്. മോൺസ്റ്റീറ അഡിനോസ, മിനി മോൺസ്റ്റീറ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതിപ്പം അഡിനോസയാണ്. ലീഫുകളൊക്കെ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. മിനി മോൺസ്റ്റീറ എന്ന് പറയുന്ന നേരത്ത് ലീഫുകൾക്ക് ഇത്ര വലുപ്പം ഉണ്ടാവില്ല. കുറച്ച് നീളത്തിലുള്ള ലീഫിൽ ഇങ്ങനെ സർക്കിൾ പോലുള്ള സ്ട്രേഷൻസ് വരുന്നതാണ്. നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇതുപോലെ 2 പോട്ടിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു താങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റെമ്മും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മോൺസ്റ്റീറനെ നമ്മൾ ഇതുപോലെ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് നടുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളായിരുന്ന ഒരു പീസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനൊക്കെ ചെറിയ ലീവ്സാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഈ മണ്ണിൽ നട്ടു കൊടുക്കുമ്പോൾ കുറച്ച് വലിയ ലീവ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു വൈറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഡ്രെയിനേജ് ഉണ്ടാവണം പ്രോപ്പറായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മിക്സ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു 40% നമ്മൾ ഗാർഡനിങ് സോയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് മണൽ, കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചണ്ടിയും കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളം നല്ല വാർന്നു പോകുന്ന മണ്ണ് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണാവരുത്. അപ്പോൾ നമ്മളിതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തുകൊണ്ട് തന്നെ കുറേ ഏരിയൽ റൂട്ട്സ് ഒക്കെ ഇതിനുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് നന്നായിട്ട് സെറ്റാക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ലീവ്സൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ലീവ്സ് ആയിരിക്കും. കാരണം നമ്മൾ ഇത്രയും കാലം ഇത് ഒരു പോട്ടിൽ വെള്ളത്തിൽ ആയിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളരുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ചെടിയാണ് ഈ മോൺസ്റ്റീറ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. മോൺസ്റ്റീറ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. മോൺസ്റ്റീറ അഡിനോസി, മിനി മോൺസ്റ്റീറ, അങ്ങനെ പലതരത്തിൽ മോൺസ്റ്റീറ ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന ചട്ടിയും അതിൻ്റെ മെത്തേഡും അനുസരിച്ചിട്ടാണ് ഈ ചെടി വളരുന്നതും അതുപോലെ തന്നെ ലീഫിലുള്ള ഈ വേരിയേഷൻസൊക്കെ വരുന്നതും. ഇത് മോൺസ്റ്റീറയിൽ തന്നെ വരുന്ന വേറൊരു ചെടിയാണ്, മോൺസ്റ്റീറ അഡിനോസി എന്ന് പറയും. ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ കണ്ടില്ലേ കുറച്ച് നീളമുണ്ട്. എന്നിട്ട് ഈ ഒരു എന്താ പറയുന്നത്, ഈ സർക്കിൾ പോലുള്ള ഭാഗം ചെറിയതായിട്ടാണ് വരുന്നത്. ഇത് പിന്നെ കുറച്ചും കൂടി നല്ലൊരു വള്ളി പോലെ പടരുന്നൊരു ചെടി കൂടിയാണ്. മറ്റേ മോൺസ്റ്റീറേൻ്റെ അത്ര ഒരു ഹാർഡായിട്ടുള്ളതല്ല. തണ്ടുകൾക്കായാലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഈ മിനി മോൺസ്റ്റീറ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു കമ്പ് വെച്ചിട്ട് അതിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വളർത്താവുന്നതും കൂടിയാണ്. ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു മോൺസ്റ്റീറ പ്ലാന്റ് ആണ്. ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ലീവ്സുകളും അതുപോലെ തന്നെ നല്ല വള്ളികളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഏരിയൽ റൂട്ട്സ് ആണ്. ഈ ഏരിയൽ റൂട്ട്സ് ആണ് ഇത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് ഈ ചെടിക്ക് കൂടുതൽ കരുത്ത് ഏകുന്നത്. അപ്പോൾ മോൺസ്റ്റീറേൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.